ഹായ്. അപ്പോളേ നമ്മളിന്ന് കോട്ടപ്പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കോട്ടപ്പുഴ മാങ്ങ പറിച്ചു, മാങ്ങ പെറുക്കണത് കണ്ടു, പിന്നെ കോട്ടപ്പുഴ ശരിക്കും കണ്ടിട്ടില്ല എന്നിട്ടോ. ഇന്ന് പോണത് നമ്മളെ ഇവിടെ ഒരു മൂച്ചിയുണ്ട്, ആ മൂച്ചിക്ക് ഒരു മുട്ട് കൊടുത്തിക്കാണ് കേട്ടോ, ഒരു തോട്ടിയോണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പം അത് പൊട്ടാനയക്കണ് മാങ്ങൻ്റെ വെയിറ്റ് കൊണ്ട്. മൂച്ചി ഇതാണ് കുത്തൊടുത്തത്, ഇത് ആകെ വളഞ്ഞിക്കണ് മാങ്ങന്റെ കനം കൊണ്ട്. അപ്പോൾ മൂച്ചി ആ തലക്കാണ്, കൊമ്പ് ഇങ്ങോട്ട് വന്നിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനൊരു മുട്ട കിട്ടണം കേട്ടോ. അപ്പം അതിന് മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോന്നൊന്നും അറിയില്ല, അവിടുന്ന് വെട്ടിക്കൊണ്ടെന്ന് തന്നെയാണ് ഈ തോട്ടി. കുറേ ആയി അവിടെ ഉണ്ടാകലുണ്ട്. അപ്പോൾ അത് വെട്ടാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരി, നിങ്ങൾക്ക് പുഴയൊക്കെ ശരിക്കും കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണിച്ചെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് കാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരി എല്ലാവരും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കല്ലുമ്മേ ഒരു മുളൻ്റെ തോട്ടി ഇങ്ങനെ കുത്തി വെച്ചിക്കാണ്. നമ്മളെ മാവുമ്മ ഈ കൊമ്പത്ത് കുറച്ച് മാങ്ങകളുണ്ട് കേട്ടോ ഈ മൂച്ചിമ്മേ. അപ്പോൾ ചെറിയൊരു കൊമ്പാണ്. അപ്പോൾ ആ മൂച്ചി അവിടെ ആ തലക്കാണ് നിൽക്കുന്നത്, കൊമ്പ് ഇങ്ങനെ വന്നിക്കുകയാണ്. അപ്പോൾ ആയ്മന്ന് കൊമ്പ് ഇങ്ങനെ വന്നിക്കാണ്. അപ്പോൾ നമ്മളെ മാങ്ങ ഇങ്ങനെ എന്താ പറയുക, വെയിറ്റ് തൂങ്ങിയിട്ട് ഈ കൊമ്പ് ഇങ്ങോട്ട് ഇടിഞ്ഞ് പോന്നാൽ മാങ്ങ പഴുക്കാൻ നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ അതിനൊരു മുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടപ്പുഴയ്ക്ക് പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞിനി കോട്ടപ്പുഴ കാണണം, ശരിക്കും കാണണം എന്ന് പറഞ്ഞിനി. അപ്പോൾ അത് കാണിച്ചു തരാം. നമ്മൾ പോയി നോക്കുക കേട്ടോ. എല്ലാവരും വരെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിൽ കൂടെ ഇങ്ങനെ പോവുക. ഞങ്ങളെ നാടൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. കുഞ്ഞാണിയാക്കാക്ക് ഭയങ്കര മടിയാണ് പോരാൻ, ഞാൻ നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഒരു 5 മണി ആയിട്ടില്ല. 5 മണി ആയിക്കാം, 5 മണി ആയിട്ടില്ല കേട്ടോ. 5 മണി എല്ലാവരും പുഴയ്ക്ക് കുളിക്കാൻ പോവുകയാണ് ഈ സമയത്ത്. കുളിക്കാൻ പോണ ടൈമാണ്. പുഴയിൽ കുളിക്കാൻ പോയാൽ നീന്താ ചാടാ അങ്ങനെയൊക്കെ നല്ല രസമാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ കുളിക്കടവ് കൂടെ ഒന്നല്ല പോണത്, പുഴയിൽ തന്നെ കാട്ടിലാണ് ഞങ്ങൾ പിന്നെ മുള വെട്ടുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരിത്തിരി പോയാലൊക്കെ മതി പോയിക്ക്. പക്ഷേ എന്നും നോക്ക് തന്നെ പണി, വീഡിയോ എടുക്കുക പറഞ്ഞുകൊണ്ട് കരി വിട്ടിരിക്കില്ല. അപ്പം അങ്ങനെ നടക്കന്നെ പണി. നമുക്ക് വീഡിയോ എടുക്കലുമായി, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മളെ പുഴയും നാടും ഒക്കെ കാണലുമായി ഒക്കെ വേണ്ടേ നടക്കുക. പുഴ ഒന്നും ശരിക്കും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ പുഴേൻ്റെ വക്കിലൊക്കെ വീടുകളുണ്ട് കേട്ടോ, താമസിക്കുന്ന വീടുകളുണ്ട്. ഇതിൽ പുഴയ്ക്ക് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. ഇതിലെങ്ങനെ പോവുകയാണ്. എന്താണ് പുഴേൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാണിയൊക്കെ മുന്നിൽ പാഞ്ഞു. ആർക്കാ അപ്പോൾ കുഞ്ഞാണിയാക്കാർ പിന്നാലെ പായാൻ നേരം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വരാൻ കഴിയില്ല. കുറച്ച് വെള്ളം കുറവാണ്, എന്നാലും തീരെ ഇല്ലാതില്ല കേട്ടോ. കണ്ടോ, അതാണ് നമ്മളെ പുഴ അറിയണത്. അപ്പോൾ കുളിക്കാരൊക്കെ ഉണ്ട് അവിടെ മേലെ. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കണില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു മരമാണ്. അങ്ങനെ പുഴ കടന്ന് ഇക്കരെത്തി. ഇനി ഇവിടെ ഒരു വട്ടപ്പാറ, ഇവിടെ അല്ലേക്കാ വട്ടപ്പാറ പറഞ്ഞിട്ടൊരു പാറയൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, ഇതിലെ അപകടമാണ് നമ്മൾ ഈ പാറമ്മ കൂടെ ഒക്കെ ചാടി ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ പുഴ കാണണം ഒക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കാതെ നിൽക്കുക. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പുഴയിൽ കൂടെ ഇങ്ങനെ നടന്ന് വരുന്നത്. ഇതിലൊക്കെ വെള്ളം കുറവാണ്. വെള്ളം എന്താ പറയുക, പുഴേൻ്റെ നടുവ് കൂടെയാണ് പോകണം കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡ് പുഴയാണ്. നമുക്ക് ഒരു മുള വേണം അത്യാവശ്യമായിട്ട് നമ്മളെ മാവിന് മുട്ട് കൊടുക്കാൻ. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കാലോ എന്ന് പറഞ്ഞു കുഞ്ഞാണിയാക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഞങ്ങളവിടെ എത്തി. അയ്യോ, നമ്മൾ വട്ടപ്പാറൻ്റെ മുകളിലെത്തിട്ടോ. വലിയ പാറയാണ്, നമ്മളെ കോട്ടപ്പുഴയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ചാനലിലുണ്ട് ഇതിൻ്റെ മുകളിൽ വന്ന് ഞങ്ങൾ അടുപ്പ് കത്തിച്ചിട്ട്
കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, കാച്ചൽ പുഴുങ്ങിയിട്ടുണ്ട്, ചമ്മന്തിയൊക്കെ അരച്ച് വന്നിട്ട് മക്കളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ പാറൻ്റെ മുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. പുഴേൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ ഇതാ ഇവിടെ പിന്നെ അവിടെ അല്ലേക്കാ മുളല്ലത്. ഇവിടെ ഒരു മുളയൊക്കെ ഉണ്ട്, പക്ഷെ മൂപ്പ് കുറവാണ്. പക്ഷെ എന്നാലും നമുക്കൊന്ന് എടുക്കാം പറ്റുന്നു. മുള കണ്ടില്ലേ നിൽക്കുന്നത്? അപ്പോൾ അതിന് ഒരു മുള വെട്ടണം, നമുക്ക് നമ്മളെ മൂച്ചിക്ക് ഒരു മുട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതിമൊരു കുറച്ച് മാങ്ങ ഉണ്ട്, അതൊന്നും കിട്ടൂലല്ലേ, പൊട്ടിച്ചാടില്ലേ കൊമ്പ്? അതിന് മൂച്ചി ഒരുപാട് ദൂരെയാണ്, അതിന് മുരട് കൊമ്പ് കുറേ കൊമ്പ് കുറേ പുറത്താണ്. അപ്പോൾ മാങ്ങ അതിമക്ക് തൂങ്ങിയിട്ട് ചെറിയൊരു തോട്ടിയാണ് മുട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ആകെ ഒലഞ്ഞ് നിൽക്കുക, അങ്ങനെ വളഞ്ഞാ നിൽക്കുന്നത്. അപ്പം നമുക്ക് മുള വെട്ടിയാലോ? മുള പൂജാടിയൊക്കെ വെട്ടിട്ടോ. ഇവിടെ കുറെ മുള വെട്ടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, ഉണങ്ങി കിടക്കുന്നുണ്ട്. അതിന്റെ കൊമ്പും ചില്ലിങ്ങ് കാണുന്നുണ്ടോന്ന് അറിയില്ല, അതാക്കണം ആ സൈഡിൽ കണ്ടോ. ഇതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോണതാണ്. ഇനി കമന്റ് വരും, കോട്ടപ്പുഴയാണ്, ആരതാണ്, എന്തിനാ എടുത്തത്, ചോദിക്കാതെ എടുത്തത് ഒക്കെ പറയും. പക്ഷേ ഇതിന്റെ അവകാശികൾ എന്ന് അറിയണത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളെ പൊട്ടിക്കലുള്ള നാട്ടുകാരാണ്. ഇതിലുള്ള വിറകും മുളയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് വെട്ടി എടുക്കൽ കേട്ടോ. വിറകായിട്ടും മാങ്ങയായിട്ടും ഒക്കെ ഞങ്ങൾ തന്നെ എടുക്കുക. അപ്പോൾ അങ്ങോട്ട് ആ ഭാഗത്തേക്കൊക്കെ പോയാൽ മാവുകളുണ്ട്, ഞങ്ങൾ പോവലില്ല. പോയാലൊക്കെ നമുക്ക് മാങ്ങ കിട്ടും. പിന്നെ നമുക്കിപ്പോൾ എന്തിനാ ഇത്ര പെത്ത് മാങ്ങയും എല്ലാം, നമ്മളെ ആവശ്യത്തിന് നമുക്ക് കിട്ടിയാൽ പോരെ, ഒരുപാട് നമുക്ക് ആവശ്യമില്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് മേലക്കൊന്നും പോവാത്തത്. ഞാനൊക്കെ ഇറങ്ങി പോയിക്കണ്, എന്നിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുത്താൽ മതി, നല്ല സുഖമാണ്. പക്ഷെ കുഞ്ഞാണിയാക്കാക്ക് കുറച്ച് റിസ്ക് പിടിച്ച പണി തന്നെയാണ് കേട്ടോ ഇത്. കുഞ്ഞാണിയാക്ക വെട്ടുകയാണ് കേട്ടോ. ആ ഒരു മുളയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ മൂപ്പ് കുറവാണെന്നോ കുഞ്ഞാണിയാക്ക പറയുന്നുണ്ട്. കുഞ്ഞാണിയാക്കാനോട് ഞാൻ ആ ചെറുത് വെട്ടിയാൽ മതി പറഞ്ഞിട്ട് വലുത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വലുത് വെട്ടാൻ നിൽക്കുകയാണേ. ഒരു ചെറിയൊരു കമ്പ് വെട്ടിയാൽ മതിയേ. ചെരുപ്പിട്ടിട്ടില്ല നിങ്ങള്? അതെന്തേ? അപ്പൊ ചെരുപ്പിടാതെ അയിമ കയറിയത്? മുള്ളുത്തൂല? ഏ ആ ഇതിപ്പോൾ നമ്മൾ ആരുടെങ്കിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു വെട്ടി നമുക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ, നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. പക്ഷെ കൊണ്ടുവന്ന് തന്നാൽ നമ്മൾ നല്ല പൈസ അവർക്ക് കൊടുക്കണം. കാരണം അത്രയും കഷ്ടപ്പാടുണ്ട് ഇത് വെട്ടിയെടുക്കാൻ എൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പൈസ കൊടുക്കണം. അപ്പോൾ പിന്നെ അതിലേറെ നല്ലത് നമുക്ക് ക്യാഷും ചിലവാകില്ല, നമ്മൾ തന്നെ സ്വന്തം വന്ന് വെട്ടുക. കുഞ്ഞാണിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഉറപ്പാലേ ഇക്ക? നല്ല ഉറപ്പാണല്ലേ? മൂത്തിക്കണോ നല്ലോണം? കത്തി മൂർച്ചുണ്ടോ? കിട്ടുവോ? അപ്പൊ അതാ ഞമ്മള് കുഞ്ഞാണിയാക്ക മുറിച്ച് ചോര ഒട്ടില്ലേ? സാരല്ല. ആ കിട്ടണില്ലല്ലേ? അങ്ങനെ മുള്ളുത്തി ചോരയും വന്ന് സാരല്ല സാരല്ല. എന്തേ നീ എങ്ങോട്ട് പോണ്? കൊയങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണ്ടല്ലേ? വലിച്ചുകൂടിയാ കട്ട് അത് കിട്ടണില്ലല്ലോ തമ്പുരാനെ. എന്താ ചെയ്യാ? ഇപ്പൊ അവിടെ പോയി വെട്ടിയോ? ആ അത്രയൊക്കെ നീളമാണോ? അയ്യാ മക്കളെ മുറിയായില്ലേ? നോക്കട്ടെ. തുണിയൊക്കെ കഴിച്ച് വലിച്ചെറിഞ്ഞങ്ങള് അതൊക്കെ കിടക്കണ തുണി പാറമ്മേ.
ചെരുപ്പം മുള്ളുത്തിയോ? എത്ര മുള്ള ഇല്ലിപ്പോലെ മറ്റേ നല്ല ഉറപ്പാലേ. ഇപ്പൊ ഇത് കൊണ്ടോണ്ടപ്പോ ഇത് പെരീക്ക് 5 മിനിറ്റ് ആണെങ്കിലും ഇത് ഏറ്റണ്ടേ. മാങ്ങ മൂച്ചിക്ക് മുട്ട കൊടുക്കാനൊരു ഇത് വെക്കണ്ടേ ഇമേ? അതെവിടെ വെക്കുക? അത്ര നീളം മതിയേ. ഇല്ലൊക്കെ പാടെ കൊണ്ടോണ്ട. എന്തിനാണുള്ളതൊക്കെ പാടാട് വെട്ടിക്കളി. ഇത്രയും നീളല്ലേ കേട്ടോ കാണി. ഇത്രയും നീളമുണ്ട് കണ്ടോ. അത്രയൊന്നും ഇല്ലല്ലോ മൂച്ചിക്ക് മുട്ട കൊടുക്കാൻ. അത്ര ആ തോട്ടി അത്ര നീളണ്ടേന്നോ? ആടെ വെട്ടിക്കളി. ആടെ വെട്ടിക്കളിക്കാ. നേരെ പിറ്റാവും. ആടെ വെട്ടിയതല്ലേ? കത്തി മുറിച്ചല്ല. മുളക് കിട്ടി. ഇതിപ്പോ പണിക്കാരക്കോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനോൽക്ക് എത്ര ഉറുപ്പ്യ കൊടുക്കണല്ലേ? അല്ലെ എൻ്റെ മേത്തക്കിടല്ലേ? അങ്ങനെ നമ്മളെ മുള കിട്ടി. ഇനി മുളയും കൊണ്ട് നമുക്ക് പെരേക്ക് പോകാം. എന്നിട്ട് മുട്ട് കൊടുക്കാം. അതൊക്കെ അടന്നോട്ടെ. നന്നാക്കുക. കൈമ തട്ടല്ലേ. മുറിച്ചങ്ങാണ്ട മുട്ട കൊടുക്കുക. ഇതിന്റെ ഇല്ലിമല്ല അല്ല ഇങ്ങനെ ഒരു ചുള്ളി വെക്കണ്ടേ ഇമ്മ മുട്ട കൊടുക്കണമെങ്കിൽ? അതിമ കൊമ്പ് നിൽക്കുവോ? അപ്പോൾ അതാ അങ്ങനെ സാഹസികമായിട്ട് കുഞ്ഞാണിയൊക്കെ കാട്ടുന്ന് നമ്മളെ എന്താ പറയാ മുള വെട്ടിയെടുത്തു. നടക്കി ഇതിലിറങ്ങണ്. ഞാനോ? ഞാനിവിടെ എങ്ങനെ ഇറങ്ങുക? അല്ല ഇവിടെ ഇറങ്ങണ്. റോട്ടുമ്മക്കണ്ട് എത്തണല്ലേ? അങ്ങനെ അതിസാഹസികമായി നമ്മൾ മുളക്കമ്പ് വെട്ടി പെരീക്ക് പോവുകയാണ്. ആ കത്തിൻ്റെ അതിലുണ്ട്. ഇതാണ് ഞങ്ങൾ മറ്റൊരു കടവ് അറിയണത് കേട്ടോ. കുളിക്കണേ. ഇതൊരു കുളിക്കണ കടവ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ 6 മണി കഴിഞ്ഞു. അതാണ് ഈ സമയം. ഇങ്ങനെ ആൾക്കാരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് പോയി. ഞങ്ങളെല്ലാവരും വന്ന് ചാടി നീന്തുന്ന സ്ഥലമാണ് കേട്ടത്. അപ്പോൾ അതാ നമ്മളെ റോട്ടിലെത്തി. ഇനി നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ഉള്ളു നമ്മളെ വീട്ടിൽ കേട്ടോ. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ പേരെത്തും. അപ്പം അതാ ഞങ്ങളെ കണ്ണ് അതാ നമ്മൾ പെരെത്താനായിട്ടോ. കുഞ്ഞാണി അങ്ങനെ തുണിയൊക്കെ എൻ്റെ കയ്യിലാണ്. പോയപ്പോൾ തുണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തുണിയൊന്നുമില്ല. ഇപ്പം വെറും ട്രൗസറായിക്കണം. അല്ല എത്തി നമ്മളെ പെരയിൽ കേട്ടോ. എത്താനായി. നല്ല കനുണ്ടായി. പച്ചല്ലേ അല്ലേ? മുള 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 നല്ല വലിപ്പുണ്ടല്ലേ? അപ്പോൾ അതിന് കൊടുക്കല്ലേ? ഇനി നാളെ രാവിലെ കൊടുക്കാം. ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ? നാളെ കൊടുക്കല്ലേ? ഏണിയൊക്കെ പൊന്തിക്കുന്നുണ്ട് കേട്ടോ. മാവുമ്മക്ക് മുട്ട് കൊടുക്കാൻ.
അപ്പോൾ അതാ കുറച്ച് മുറിച്ചിട്ടോ, നീളം കൂടുതലായതുകൊണ്ട് അതിമക്ക് പറ്റണില്ല. അപ്പോൾ കുറച്ച് മുറിച്ചിട്ടാണ് രണ്ടാമത് പിന്നെ ഇത് പൊന്തിക്കണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അത് പൊന്തിച്ചെടുക്കാനൊക്കെ പണിയാണ്. കാരണം ഇല്ലെങ്കിൽ കണ്ടില്ലേ മാങ്ങകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ മാങ്ങ ഉണ്ട് കേട്ടോ. ഒക്കെ പൊട്ടി വീഴുന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അതാ മുട്ട് കൊടുത്തിട്ടുണ്ട്, പഴയ മുട്ട് എടുത്തിട്ടുണ്ട്. പഴയ മുട്ട അതാ ഞങ്ങൾ മാങ്ങയൊക്കെ പറിക്കണ ഒരു തോട്ടിയായിരുന്നു കേട്ടോ, അതിങ്ങനെ കൊടുത്തതിന്. അപ്പോൾ അതാ മുട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുക്കണോ? അപ്പം ഞാൻ എന്താ ചെയ്യുക? അപ്പം അങ്ങനത്തെ പൊട്ടൂലേ? അപ്പം അങ്ങനെ നമ്മളെ പുഴയിൽ നിന്ന് കൊണ്ടുവന്ന മുള മുട്ടി വെച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. ടാറ്റാ.